സോ റെയിൽവേസ് എന്ത് ചെയ്തു? ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന റെയിൽവേസ് എന്ത് ചെയ്തു? അവരുടെ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വളരെ വലിയൊരു പങ്ക് വഹിച്ചു. ആസ് എ റിസൾട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് ഫ്ലോട്ടഡ് ദ ഇന്ത്യൻ മാർക്കറ്റ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗുഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, you know something, the railways played the important role in the national railway in awakening the country too. അതായത് എന്താണ്, ഈ റെയിൽവേസ് ശരിക്കും ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന എന്തിനാ? അവരുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും പിന്നീട് ഈ റെയിൽവേസ് നമ്മളുടെ നാഷണൽ അവേക്കനിങ്ങിനും ഒരു റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. They let peoples and ideas came closer together and something that the British has never anticipated. ഇത് എന്തിന് കാരണമായി? ആൾക്കാർ പലയിടത്തും ട്രാവൽ ചെയ്യാനും അവരുടെ ഐഡിയാസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ കാരണമായി. പക്ഷെ ഈ ഒരു ചിന്ത ഒരിക്കലും ബ്രിട്ടീഷേഴ്സിന് വന്നിരുന്നില്ല അല്ലെ. In 1853 Dalhousie opened the first telegraphic line from Calcutta to Agra that introduced the postal service to India. അപ്പം 1853 ഡൽഹൌസി എന്ത് ചെയ്തു? ഫസ്റ്റ് ടെലഗ്രാഫിക് ലൈൻ കൽക്കട്ടയിൽ നിന്ന് മാഗ്ദയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് എന്തിന് കാരണമായി? പോസ്റ്റൽ സർവീസ്, ഇന്ത്യയിൽ പോസ്റ്റൽ സർവീസ് വരാൻ കാരണമായി. Since land was the major source of revenue for them, British thought of various means to get revenue from the land. So, ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? ലാൻഡ് ആണ് നമ്മളുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ. പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ഭൂമിയാണെന്ന് മനസ്സിലാക്കിയതോടെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? അവര് ഭൂമിയിൽ നിന്നും പല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ, റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. The colonial policy of intensifying land revenue demand led to large number of peasants losing their land to revenue farmers, traders and money lenders. അപ്പോൾ എന്താ സംഭവിച്ചത്? കൊളോണിയൽ പോളിസീസ് ഇന്റൻസിഫൈ ചെയ്തപ്പം ലാൻഡ് റവന്യൂ എന്ത് ചെയ്തു? വളരെയധികം കൂടാൻ തുടങ്ങി. പെസൻസിന് അവരുടെ ഭൂമി നഷ്ടപ്പെടാൻ തുടങ്ങി. അവർക്ക് വളരെയധികം റവന്യൂസ് ഈ ഫാമേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ട്രേഡേഴ്സിനും മണി ലെൻഡേഴ്സിനും ഒക്കെ തന്നെ എന്താണ്? റവന്യൂ വളരെയധികം കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ദിസ് വാസ് ഡൺ ത്രൂ ദ റോത്ത്വാരി ആൻഡ് മഹൽവാരി സിസ്റ്റം. ഇത് എന്തിലൂടെയാണ് ഇവർ ചെയ്തത്? റോത്ത്വാരി അല്ലെങ്കിൽ മഹൽവാരി സിസ്റ്റത്തിലൂടെയാണ് ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തത്. പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ഹെറിഡിറ്ററി റൈറ്റ്സ് ഓഫ് ദ പെസൻസ് ഓൺ ലാൻഡ്. സോ പെർമനന്റ് സെറ്റിൽമെന്റ് നിയമം, ബംഗാളിലും ബീഹാറിലും ഒറീസയിലും വന്ന പെർമനന്റ് സെറ്റിൽമെന്റ് നിയമം എന്താ? ഈ ലാൻഡ് ഓണർഷിപ്പ് പരമ്പരാഗതമായിട്ട്, അതായത് അച്ഛൻ്റെ നിന്ന് മകനിലേക്ക്, അതിന് മകളിലേക്ക്, അങ്ങനെ കുടുംബ സ്വത്തായിട്ട് ഈ ഒരു ലാൻഡ് ഓണർഷിപ്പ് പോകുന്നതിനോട് എതിരായിട്ട് മാറി. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് they failed to pay 10/11 of the entire produce they could be sold off. So പിന്നെ മറ്റൊരു പക്ഷെ എന്തായിരുന്നു? അവർക്ക് ഈ പ്രോപ്പർട്ടി ഓണേഴ്സിന് എന്താ? 11% എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടാക്സ് ആയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ? ഈ പ്രോപ്പർട്ടി മറ്റുള്ളവർക്ക് വിറ്റുപോകും. ടു പ്രിവെന്റ് ദി സിറ്റുവേഷൻ പെസൻസ് ഓഫൻ ബോറോഡ് മണി ഫ്രം ദ ലെൻഡേഴ്സ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെസൻസ് എന്ത് ചെയ്തു? മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങാൻ തുടങ്ങി. സംടൈംസ് ദേ സോൾഡ് ദ പ്രോപ്പർട്ടി ടു ദ മണി ലെൻഡേഴ്സ്. സോ പക്ഷേ ഇവരുടെ പലിശ വളരെയധികം കൂടുതലാകുമ്പോൾ എന്താ? തിരിച്ചടവിന്റെ സമയത്ത് ഈ മണി ലെൻഡേഴ്സിന് ചില സമയത്ത് പെസൻസ് എന്ത് ചെയ്യും? അവരുടെ ഭൂമി സ്വത്ത് തന്നെ എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. Even the officials harassed the peasants who dared not to seek justice at the court or feared the future harassment. So ചില പെസൻസ് എന്താ? ഈ ഒരു കോർട്ടിൽ എത്തിയെത്താൻ ഭയവും അതുപോലെ തന്നെ എന്താ അവർക്ക് ഈ ഒരു കൂടുതലായിട്ടുള്ള ഹറാസ്മെന്റ് ഒക്കെ പേടിച്ചിട്ടുള്ള പെസൻസിന് എന്ത് ചെയ്തു? ഈ ഒഫീഷ്യൽസ് വളരെയധികം ചൂഷണം ചെയ്തിരുന്നു. The new class of zamindars that were created by the British became their political allies. So ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? ഒരു ക്ലാസ് ഓഫ് ജമീന്ദാസിനെ ഉണ്ടാക്കി അവര് ബ്രിട്ടീഷേഴ്സിന്റെ കൂട്ടുകക്ഷികളായിട്ട് മാറി. They supported them in times of need and acted as buffers between the British and the people. സോ ഇവരെന്ത് ചെയ്തു? ചില സമയങ്ങളിൽ അവരെന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷിനും അതുപോലെ തന്നെ എന്താ ആൾക്കാർക്കും ഇടയിൽ ഒരു ബഫറായിട്ട്, ഒരു റഫറി പോലെ നിന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനും അവരുടെ ആവശ്യം ഇവിടെ പോയി പറയാം, ആ രീതിയിലൊക്കെ നിന്നു. സം ഓഫ് ദം ഈവൻ സപ്പോർട്ടഡ് ബ്രിട്ടീഷ് അഗൈൻസ്റ്റ് ദ ഫ്രീഡം മൂവ്മെന്റ്. ചിലർ എന്ത് ചെയ്തു? ഈ ഫ്രീഡം മൂവ്മെന്റിൽ ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്തു. Okay, the economic decline of the peasantry and the artisans was reflected in 12 major and the numerous minor famines from 1717 to 1815. So, ഈ ഒരു
എക്കണോമിക് ഡിക്ലൈൻ, അതായത് എന്താ, കർഷകരുടെയും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുടെയൊക്കെ എക്കണോമിക് ഡിക്ലൈൻ എന്ത് ചെയ്തു, 12 മേജറും വളരെയധികം ചെറിയ രീതിയിലുള്ള പട്ടിണി ദാരിദ്ര്യങ്ങൾ ഉണ്ടാവാൻ കാരണമായി 1770 മുതൽ 1857 All these factors helped to spread an anti-British feeling which ultimately culminated the revolt of 1857. So, ഇതൊക്കെ തന്നെ എന്താണ് 1857 വിപ്ലവത്തിന്, ലഹളയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇനി അടുത്തത് സോഷ്യൽ ആൻഡ് റിലീജിയസ് കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Britishers were not very sensitive to the feelings of the vast mass of Indian people. Of course, ബ്രിട്ടീഷേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല അല്ലേ. ബ്രിട്ടീഷേഴ്സിന് എന്താ, അവർ സ്വന്തം സെന്റിമെന്റ്സ് ആൻഡ് ഫീലിങ്സിനെ മാത്രം മതി. സോ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ സെന്റിമെന്റ്സിനെയോ ഫീലിങ്സിനെയോ ഒന്നും വകവയ്ക്കാത്ത രീതിയിലായിരുന്നു ബ്രിട്ടീഷേഴ്സ് ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നത്. സോഷ്യൽ റീഫോംസ് അഗെയിൻസ്റ്റ് സതി, ഫീമെയിൽ ഇൻഫന്റിസൈഡ്, വിഡോ റീമാരേജ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് വുമൺ മെയ്ഡ് മെനി പീപ്പിൾ അൺഹാപ്പി. സോ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എങ്കിലും ഇതൊക്കെ അന്നത്തെ സൊസൈറ്റിയിൽ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന സതി നിർത്തലാക്കുക, ഫീമെയിൽ ഇൻഫന്റിസൈഡ്, അതായത് കുട്ടികളായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളെ കൊല്ലുക, അതുപോലെ എന്താ വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് പലരിലും വളരെയധികം ബ്രിട്ടീഷേഴ്സിനോടൊരു വെറുപ്പുണ്ടാവാൻ കാരണമായി തുടങ്ങി. വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു കൺവേർട്ട് the Christian missionaries opened schools and college. സോ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് എന്താ, ക്രിസ്ത്യൻ മിഷണറീസ് സ്കൂൾസും കോളേജും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. They also needed a population which was educated and modern enough to buy their goods but not enough to prove determinal to the British interest. സോ ബ്രിട്ടീഷേഴ്സ് എന്തായിരുന്നു അവർക്ക് വേണ്ട ആവശ്യം, അവർക്ക് ഒരു വിഭാഗം ആൾക്കാർ മോഡേൺ ആകണമായിരുന്നു. കാര്യം ഇവർ ഈ കൊണ്ടുവരുന്ന സാധനം വാങ്ങണമല്ലോ, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാരെ ബ്രിട്ടീഷ് എപ്പോഴും മോഡേൺ ആക്കാൻ സ്റ്റാർട്ട് ചെയ്തു. It made the people believe that the government was in conclusion with the missionaries to eradicate their religion and convert them to Christianity. So ഇത് ആൾക്കാരുടെ ഇടയിൽ എന്ത് ചിന്ത കൊണ്ടുവന്നു, ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് നമ്മളുടെ സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളെന്താ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റാനായിട്ട് ഗവൺമെന്റും കൂടെ ബ്രിട്ടീഷിനോട് കൂടിച്ചേർന്നു എന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു തോന്നൽ വരാൻ തുടങ്ങി. The passing of Act of 1850 enabled converts to Christianity inherit ancestral property. So ഈ 1850 ആക്ട് കാരണം എന്ത് ചെയ്തു, ക്രിസ്ത്യാനിറ്റിയിലുള്ളവർക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാമെന്നുള്ള നിയമം കൊണ്ടുവന്നു. Okay, the new laws were naturally interpreted as a concession of Christian converts, which further created anxiety and fear among the people. ഈ പുതിയ നിയമം എന്ത്, കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യൻസിനും ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറി അല്ലേ. അപ്പൊ അവർ വേറൊരു മതത്തിൽ നിന്ന് ക്രിസ്ത്യനിലേക്ക് വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത് മറ്റുള്ള മതക്കാരുടെ ഇടയിൽ ഒരു ടെൻഷൻ കൊണ്ടുവരാൻ തുടങ്ങി. The religious sentiments of the sepoys were hurt in 1806 in the Madras Presidency. So 1806 മദ്രാസ് പ്രസിഡൻസിയിൽ വെച്ച് സിപ്പായികളുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെ വളരെയധികം ഹർട്ട് ചെയ്യപ്പെട്ടു. The Hindus were asked to remove their caste mask from their forehead and the Muslims were asked to trim their beards. സോ അന്നത്തെ കാലത്ത് മുസ്ലിംസ് ഒക്കെ തന്നെ എന്താണ് വളരെയധികം താടി നീട്ടി വളർത്തുന്നതും ഹിന്ദുക്കൾ ഒരു ക്യാപ്പും വെക്കുന്നുണ്ടായിരുന്നു അവരുടെ ജാതി മതത്തിന്റെ പേരിൽ. സോ ഇത് രണ്ടും റിമൂവ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷേഴ്സ് ആവശ്യപ്പെട്ടു. Though the Sepoys uprising was put down, it was evident that the British never understood nor cared for the Indian soldiers. ഈ സിപ്പോയി അപ്രൈസിംഗ് ഒക്കെ അന്ന് തന്നെ അവർ അടിച്ചമർത്തിയെങ്കിലും ഇതിന് എന്തൊരു കാര്യം വ്യക്തമായിരുന്നു, ബ്രിട്ടീഷേഴ്സ് ഒരിക്കൽ പോലും ഇന്ത്യൻ സോൾജിയേഴ്സിന്റെ ഇമോഷൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. The loyalty of the Sepoys was further undermined by certain military reforms which required them to serve overseas. So ഈ ഒരു സിപ്പോയികളുടെ ലോയൽറ്റി, അവരുടെ വിശ്വാസ്യത എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ഇവർ. ചില മിലിറ്ററി റീഫോംസ് കൊണ്ടുവന്നിട്ട് ഇവർ എന്ത് ചെയ്തു, ഇവർ കടൽ കടന്ന് മറ്റുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്യണമെന്ന് വരെ പറഞ്ഞു. ഓക്കെ, ദിസ് ഔട്ട്റേജഡ് ദെയർ റിലീജിയസ് ഫീലിംഗ്സ്. സോ അന്നത്തെ കാലത്ത് ഈ കടല് കടന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മതപരമായിട്ട് അതെന്തോ വലിയൊരു തെറ്റായിരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഇവരുടെ ഇമോഷണൽ ഫീലിങ്സിനെ വളരെയധികം അഫക്റ്റ് ചെയ്തു. ദേ ഹാഡ് ആൻ അവേർഷൻ ഓഫ് ഓവർസീസ് ആസ് എ ട്രാവൽ ഓഷ്യൻ മീൻസ് ലോസ്റ്റ് ഓഫ് കാസ്റ്റ് ഫോർ ദം. യെസ്, അന്നത്തെ കാലഘട്ടത്തെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ കടന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജാതി മതമൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും സമൂഹത്തിൽ. സോ അതുകൊണ്ട് തന്നെ അവരതിനെ വളരെയധികം എതിർത്തിരുന്നു. ഡിസ്കണ്ടന്റ് ഇൻ ദ ആർമി. ഇനി ആർമിക്കിടയിലൊക്കെ ആർമിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം.
The soldiers in the East India Company's army came from the peasant families which were deeply affected by the government policies. So East India Companyയിലെ സോൾജേഴ്സ് അവരെന്താ പെസന്റ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള സോൾജേഴ്സ് എന്ത് ചെയ്തു, അവർ ഗവൺമെന്റ് പോളിസികളാൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. Indian soldiers were not given post above that Indian soldiers were not given posts above that of subedars. Indian soldiersന് സുബേദാർ എന്ന പദവി കൂടുതലൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. Some sepoys wanted special bhattas allowance to send on overseas duties. ചില സിപ്പോയികൾക്ക് എന്തായിരുന്നു, അവർക്ക് സ്പെഷ്യൽ അലവൻസ് ബട്ടാസ് എന്നാണ് അതിനവർ പറയുന്നത് വേണമായിരുന്നു. എന്തിനാ? ഓവർസിയർ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Sometimes they were paid but most of the time they were not. ചില സമയത്ത് അവർക്ക് കിട്ടിയിരുന്നു ഈ പറഞ്ഞ ബട്ടാസ് ഒക്കെ, ചില സമയത്ത് അവർക്ക് കിട്ടിയിരുന്നില്ല. They therefore started distrusting their officers. ഇത് കാരണം എന്താ, ഇവർക്ക് ഇവരുടെ ഓഫീസേഴ്സിന്റെ അടുത്തുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. These incidents contributed in their own way to revolt of 1857. ഇത് എന്തിനു കാരണമായി? 1857 അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ലഹള നടത്താൻ കാരണമായിട്ട് മാറി. The soldiers had other grievances too. അവർക്ക് എന്താണ്, മറ്റു ചില വിദ്വേഷങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? They were paid less salaries than their English counterparts. അവരുടെ അതേ നിലയിൽ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാർക്ക് കിട്ടിയിരുന്നതിനേക്കാളും കുറഞ്ഞ വേതനമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. ആസ് എ റിസൾട്ട് ദ മൊറാൽ ഓഫ് ദ ഇന്ത്യൻ സിപ്പോയി വാസ് വെരി ലോ. ഓൺ ദ അതർ ഹാൻഡ് ദ സോൾജേഴ്സ് refused to close the black water and that is ocean and seas because their religion forbade it and the British were ruthless on them. സോ നോക്കി, ഇവർക്ക് എന്താണ്, സാലറി കുറവായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഇന്ത്യൻ സിപ്പായിസിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവർ ഈ ബ്ലാക്ക് വാട്ടർ എന്നാണ് പറയുന്നത്, അതായത് കടലിനെ അല്ലെങ്കിൽ ഓഷ്യൻസിനെ ബ്ലാക്ക് വാട്ടർ എന്നാണ് പറയുന്നത്. കാര്യം എന്താ, ഇത് കടന്നാൽ ഇവർക്ക് ഇവരുടെ ജാതിയും മതവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഫീലിങ്സ് ആണ്. ബ്രിട്ടീഷേഴ്സ് ഇത് വകവയ്ക്കാതെ എന്താ, ഇവർ ഇത് ചെയ്യാത്തത് കൊണ്ട് ഇവരുടെ അടുത്തൊക്കെ വളരെ മോശമായിട്ട് പെരുമാറി. നെക്സ്റ്റ്, ദ ഇമ്മീഡിയറ്റ് കോസ്. എന്തായിരുന്നു പെട്ടെന്നുണ്ടായ കാരണം? Strong resentment was rising among the Indians as they were waiting only for the occasion to revolt. So ഇന്ത്യൻസിന്റെ ഇടയിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ ആകെ എന്താ, ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ. The stage was all set. Okay, അരങ്ങൊരുങ്ങി കഴിഞ്ഞു. Only a spark was needed to set it on fire. ചെറിയൊരു തീപ്പൊരിയുടെ ആവശ്യമേ ഉള്ളൂ. Introduction of the greasy cartilage in 1856 provided that fire. So 1856 കൊണ്ടുവന്ന ഗ്രീസി കാർട്ടിലേജ്, അതായത് ഒരു ഗ്രനേഡ് പോലത്തെ സംഭവമില്ലേ, ഈ കടിച്ചൂരി എറിയുന്ന അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നതോടുകൂടി ആ ഒരു ചെറിയ സ്പാർക്ക് അവർക്ക് കിട്ടി. എങ്ങനെയാണ്? The government decided to replace the old fashioned musket, the brown bags, by the എൻഫീൽഡ് റൈഫിൾ. അതായത് എന്താണ്, ഗവൺമെന്റ് അത്രയും നാൾ ഉപയോഗിച്ചു വന്ന ബ്രൗൺ ബാഗ്സ്, അതിനെയാണ് ഓൾഡ് ഫാഷൻ മസ്കറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ എന്ത് ചെയ്തു, എൻഫീൽഡ് റൈഫിൾ വെച്ചിട്ട് റിപ്ലേസ് ചെയ്യാൻ തുടങ്ങി, അതായത് വെപ്പൺസ് മാറ്റാൻ തുടങ്ങി. The loading process of the Enfield rifle involved bringing the cartridge to the mouth and biting off the top. അപ്പൊ ഈ ഒരു എൻഫീൽഡ് റൈഫിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ എങ്ങനെ ലോഡ് ചെയ്യും? ഇത് കടിച്ചു ഊരിയിട്ടാണ് ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ കാർട്ടിലേജ് എന്ത് ചെയ്യണം, കടിച്ചൂരി ഇതിലേക്ക് ഇടണം. There was a rumor among the Sipais in January 57 that the greasy cartilage contains the fat of cow and pig. അപ്പം അന്നൊരു റൂമർ ഉണ്ടായ എന്താണ്, ഈ ഒരു കാർട്ടിലേജിന്റെ, ഗ്രീസി ആയിട്ടുള്ള ഈ കാർട്ടിലേജിന്റെ എന്താണുള്ളത്, പശുവിന്റെയും അതുപോലെ പന്നിയുടെയും ഫാറ്റ് ആണെന്നാണ് പറഞ്ഞത്. The Sepoys were now convinced that the introduction of the greasy cartilage was deliberate attempt to defile Hindus and Muslim religions for their religious feeling. അപ്പം ഈ ഹിന്ദുസിന് പശുവിനെ തിന്നൂടാ, മുസ്ലിംസിന് എന്താ, പന്നീനെ തിന്നൂടാ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പം ഇത് ഇവർക്ക് എന്താ, ഇവർ വിചാരിച്ചത് മനഃപൂർവ്വം ഹിന്ദു മുസ്ലിം റിലീജിയസ് ഫീലിങ്സിനെ ഹർട്ട് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഒരു നീക്കമാണെന്ന് അവർ വിശ്വസിച്ചു. This sparkled the revolt of the Sepoys in 29th March 1857. ഇത് എന്തിന് കാരണമായി? 1857 സിപ്പാഹി ലഹളയ്ക്ക് കാരണമായി. മാർച്ച് 29 നടന്നത്. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ 1857 ലഹള എങ്ങനെയാണ് സംഭവിച്ചത്? ചെറിയൊരു കാർട്ടിലേജിൽ പന്നിയുടെയോ പശുവിൻ്റെയോ ഫാറ്റ് ഉണ്ടെന്നുള്ള ഒരു റൂമറിൽ തുടങ്ങിയൊരു ലഹളയായിരുന്നു അത്. സോ നമ്മൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അതിൽ ഡിസ്കണ്ടന്റ് ഓഫ് ആർമി ആൻഡ് ഇമ്മീഡിയറ്റ് കോസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, കോസ് ഓഫ് ദി റിവോൾട്ട്. എന്തായിരുന്നു റിവോൾട്ടിൻ്റെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലോ നോക്കാം.
കോഴ്സ് ഓഫ് റിവോൾട്ട് നോക്കിയാലോ, എന്തായിരുന്നു ആ റിവോൾട്ട് നടന്നൊരു രീതി. A sepoy called Mangal Pandey was the first soldier who openly disobeyed the orders. So Mangal Pandey എന്ന് പറഞ്ഞൊരു സിപ്പായി ആയിരുന്നു എന്താ ഈ ഒരു ഓർഡേഴ്സിനെതിരെ ആദ്യമായിട്ട് ഓപ്പൺ ആയിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് വ്യക്തി. He killed 2 English officers at the Barakpur near Calcutta on 29 March 1857. He was arrested, tried and executed. അദ്ദേഹം എന്ത് ചെയ്തു, 2 ഇംഗ്ലീഷ് ഓഫീസേഴ്സിനെ കൊന്നു. എവിടെ വെച്ച്? കൽക്കത്തയിലെ ബരാക്പൂരിൽ എടുത്ത് വെച്ചിട്ട് 29 മാർച്ച് 1857 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കെട്ടി കൊല്ല ചെയ്തു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു അദ്ദേഹത്തിനെ. ദ റെജിമെന്റ്സ് ഓഫ് ദ ബരാക്പൂർസ് വെർ ഡിസ്ബാൻഡ്. ബരാക്പൂരിലെ സേനയെ എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. The news of the Mangal Pandey very soon reached the other parts of the country and resulted in open revolt. So ഈ മംഗൾ പാണ്ഡെയുടെ വിവരം, അദ്ദേഹം മരിച്ച കാര്യം എന്താ, ഇന്ത്യ മൊത്തം അറിഞ്ഞു പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തു, ഒരു ഓപ്പൺ റിവോൾട്ടിന് തന്നെ കാരണമായി. ഇദ്ദേഹമാണ് മംഗൾ പാണ്ഡെ. ഓക്കെ, the most decisive uprising occurred at Meerut where 85 sepoys of the cavalry regiments were sentenced to 2 to 10 years of imprisonment of refusing to use greased cartilage. അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചു നോക്കിയേ. മീററ്റില് എന്ത് ചെയ്തു, ചെറിയൊരു അപ്രൈസിങ് സംഭവിച്ചു. അതില് 85 സിപ്പോയ്സിന് എന്ത് ചെയ്തു, കാൽവാരി റെജിമെന്റില് സെന്റൻസ് ചെയ്തു. 2 മുതൽ 10 വർഷം വരെ എന്ത് ചെയ്തു, അവരെ ഇംപ്രിസൺമെന്റ് ചെയ്തു, ജയിലിൽ അടച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇവർ ഈ ഗ്രീസ്ഡ് കാർട്ടിലേജ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ദ വെരി നെക്സ്റ്റ് ഡേ ഓൺ 10th May 1857 ദീസ് റെജിമെന്റ്സ് ബ്രോക്ക് ഇൻ ടു ഓപ്പൺ മ്യൂട്ടിനിറ്റി. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് 10th May 10 എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, പുതിയൊരു ഓപ്പൺ റിവോൾട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. They killed British officers and broke open the prison to release their comrades. അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സിനെയൊക്കെ കൊന്നിട്ട് ജയിൽ തുറന്ന് അവരുടെ കൂട്ടാളികളെ രക്ഷിച്ചു. They began to march towards Delhi where they were joined to the local infantry and the common people. അവർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ ചേർന്നു. Then the rebels captured Delhi and killed many British officers. Rebels എന്ത് ചെയ്തു, ഡൽഹി പിടിച്ചെടുത്ത് ഒരുപാട് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കൊന്നു. They declared the Mughal emperor ബഹദൂർ ഷാ ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. എന്നിട്ട് അവർ എന്ത് ചെയ്തു, അന്നത്തെ മുഗൾ എംപറർ ആയിട്ടുള്ള ബഹദൂർ ഷായെ എന്ത് ചെയ്തു, ഇന്ത്യയുടെ എംപറർ ആയിട്ട് പ്രഖ്യാപിച്ചു. ഫ്രം ഡൽഹി ദ റിവോൾട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ്. ഡൽഹിയിൽ നിന്ന് ഇത് മറ്റു രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഇൻ കാൺപൂർ നാനാ സാഹിബ് വാസ് ഡിക്ലെയർഡ് ആസ് ദ പേഷ്വ. കാൺപൂരിൽ എന്ത് ചെയ്തു, നാനാ സാഹിബിനെ പേഷ്വ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഹിസ് ട്രൂപ്സ് വെയർ കമാൻഡഡ് ബൈ താനിയ ടോപ്പ് ആൻഡ് അസിമുല്ല. അപ്പൊ എന്താ, അദ്ദേഹത്തിന്റെ ട്രൂപ്സ് ആരൊക്കെയാണ് നയിച്ചിരുന്നത്? താനിയ ടോപ്പും അസിമുല്ലയും ആയിരുന്നു. അറ്റ് ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ വാസ് അസൈൻഡ് ബൈ മൗലവി അഹമ്മദുല്ല. അപ്പം ലക്നൌവിൽ എന്ത് ചെയ്തു, ബീഗം ഹസ്രത്ത് മഹലിനെ എന്ത് ചെയ്തു, മൗലവി അഹമ്മദുല്ല അവിടുത്തെ റാണിയായിട്ട് നിയമിച്ചു. ഇൻ ഝാൻസി റാണി ലക്ഷ്മിബായ് ആൻഡ് ഇൻ അറ കുൻവർ സിംഗ് ലെഡ് ദ റിവോൾട്ട്. ഝാൻസിയിൽ എന്താ, റാണി ലക്ഷ്മിബായും അറായില് കുൻവർ സിംഗും റിവോൾട്ട് നടത്തി. ഖാൻ ബഹദൂർ ഖാൻ വാസ് ദ ലീഡർ ഇൻ ബറേലി. ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു ബറേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലീഡർ. സോ ഇവരാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, the loss of the Delhi greatly lowered the prestige of ബ്രിട്ടീഷിന്റെ ഒരു വളരെയധികം അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഡൽഹി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ടു റിക്കവർ ദെയർ ലോസ് പ്രസ്റ്റീജ് ദേ ടുക്ക് ഹെൽപ്പ് ഫ്രം ദ റോയൽ ഫോഴ്സസ് ഫ്രം പഞ്ചാബ്. ഇത് ഓവർകം ചെയ്യാൻ അവർ എന്ത് ചെയ്തു, പഞ്ചാബില് കൈകോർത്തു അല്ലെ, പഞ്ചാബിന്റെ റോയൽ ഫോഴ്സസുമായിട്ട് അവര് കൈകോർത്തു. ദ സീജ് ലാസ്റ്റഡ് 4 months and the Delhi was finally recaptured on the 10th September 1857. ഈ ഒരു മാർച്ച് എന്ത് ചെയ്തു, ഒരു 4 മാസം നിലനിന്നിട്ട് അവരെന്ത് ചെയ്തു, സെപ്റ്റംബർ 10 1857 ഡൽഹി തിരിച്ച് പിടിച്ചെടുത്തു. ഇറ്റ് ടുക്ക് 10 months to fight before the Governor General Lord Canning could proclaim the end of the mutiny on the 8th July 1857. 10 മാസം ലോർഡ് കാനിങ്ങിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടാണ് ലോർഡ് കാനിങ് അവസാനം എന്ത് ചെയ്തത്, ഓക്കെ, ജൂലൈ 8 1857 ഈ ഒരു ലഹള അവസാനിപ്പിച്ചതായിട്ട് ഫോർമൽ ഡിക്ലറേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, stiff resistance had been offered to the British office by the heroic trio of the rebellion, Rani Lakshmibai of Jhansi, Thania Tope and Kunwar Singh. Rani Lakshmibai led the rebel ranks. So okay,
ബ്രിട്ടീഷ് ഫോഴ്സിനെതിരായിട്ട് വളരെ ടഫ് കോമ്പറ്റീഷൻ കൊടുത്തവരാണ് ഈ പറഞ്ഞ റാണി ലക്ഷ്മിബായി, താനിയ തോപ്പ് ആൻഡ് കുൻവർ സിംഗ് എന്ന് പറയുന്നത്. റാണി ലക്ഷ്മിബായി റിബൽ റാങ്ക്സിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ലീഡ് ചെയ്തത്. മൗണ്ടഡ് ഓൺ ഹോഴ്സ് ബാക്ക് ഷീ ബോൾഡ്ലി ഫേസ്ഡ് ദ ബ്രിട്ടീഷ് കാവലറി ബട്ട് വെൻ ദ ഹോഴ്സ് സ്റ്റംബിൾഡ് ആൻഡ് ഷീ ഫെൽഡ് ഷീ വാസ് കിൽഡ്. അവരെ വളരെ അധികം ധൈര്യത്തോടെയാണ് കുതിരപ്പുറത്ത് ആ ബ്രിട്ടീഷ് ഫോഴ്സിനെ നല്ല രീതിയിൽ നേരിട്ടത്. പക്ഷേ കുതിരയിൽ നിന്ന് അവർ മറിഞ്ഞ് താഴെ വീണ സമയത്താണ് അവരെ കൊല്ലുന്നത്. According to the British Commander-in-Chief, Sir Hugh Ross, she was the best and the bravest military leaders of the rebel. അപ്പോൾ ബ്രിട്ടീഷ് കമാൻഡർ ആയിട്ടുള്ള ആളുടെ പേരെന്താണ്, ചീഫ് ആയിട്ടുള്ള സർ ഹ്യൂഗ് റോസ്. അദ്ദേഹം പറഞ്ഞ അവർ കണ്ടതിൽ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മിലിറ്ററി ലീഡർ എന്നാണ് റാണി ലക്ഷ്മിബായിയെ കുറിച്ച് പറയുന്നത്, ഝാൻസി റാണിയെ കുറിച്ച്. കുൻവർ സിംഗ് വാസ് കിൽഡ് ഇൻ അനദർ ബാറ്റിൽ ഇൻ ബീഹാർ. കുൻവർ സിംഗിനെ ബീഹാറിലെ മറ്റൊരു യുദ്ധത്തിലാണ് കൊല ചെയ്യുന്നത്. താനിയ തോപ്പ് വാസ് ക്യാപ്ചേർഡ് വൈൽ ഹി വാസ് അസ്ലീപ്. താനിയ തോപ്പ് അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ചത്. He was hanged after a trial. ഒരു വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. This was the end of the heroic trial and the rebellion was finally suppressed by the British. ഇത്തരത്തിലാണ് ബ്രിട്ടീഷ് ഈ ഒരു ഹീറോയിക് ട്രയോയെ നശിപ്പിച്ചതും അവര് ഈ ഒരു റെബലിയൻ ഫൈനലി സപ്രസ് ചെയ്തത്. ദ ഓൾഡ് എംപറർ ബഹദൂർ ഷാ അലോങ് വിത്ത് ഹിസ് 2 സൺ വാസ് ടേക്കൺ പ്രിസണർ. അദ്ദേഹം ബഹദൂർ ഷാ എന്ന് പറഞ്ഞ മുഗൾ എംപറർ അദ്ദേഹത്തിന് 2 ആൺമക്കളുടെ കൂടെ അദ്ദേഹത്തിനെ തുറുങ്കിലടച്ചു. ആഫ്റ്റർ എ ട്രയൽ ഹി വാസ് ഡീപ്പോർട്ടഡ് ടു റംഗൂൺ. ഒരു വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തിന് റംഗൂണിലേക്ക് നാട് കടത്തി. വെയർ ഹി ഡൈഡ് ഇൻ 1862 അറ്റ് ദ ഏജ് ഓഫ് 87. അദ്ദേഹം 1862 87 വയസ്സിൽ മരണപ്പെട്ടു. ഹിസ് സൺസ് വെയർ ഷോട്ട് ഡെത്ത് അറ്റ് ഡൽഹി വിത്തൗട്ട് എ ട്രയൽ. അദ്ദേഹത്തിന്റെ മക്കളെ ഒരു വിചാരണ പോലും ചെയ്യാതെ ഡൽഹിയിൽ ഷൂട്ട് ഔട്ട് ചെയ്തു. We must now look into the causes of the failure of this revolt. ഇനി ഈ ഒരു റിവോൾട്ട് ഒരു ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് നേച്ചർ ഓഫ് ദ റിവോൾട്ട്. എന്തായിരുന്നു ആ റിവോൾട്ടിൻ്റെ രീതി എന്ന് നോക്കിയാലോ. എ ബിഗ് ഡിബേറ്റ് സറൗണ്ട്സ് ദ റിവോൾട്ട് ഓഫ് 1857. British historians describe the events of 1857 to 1858 as a mutiny by the sepoys. അപ്പോൾ നോക്കിയേ, ഈ ഒരു ലഹളയെക്കുറിച്ച്, അതായത് ഈ ഒരു 1857 ലഹളയെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഈ ഒരു 1857 മുതൽ 1858 കാലഘട്ടത്തിനുള്ളിൽ നടന്ന ഈ ഒരു ലഹളയെ സിപ്പോയി മ്യൂട്ടണി, അതായത് സിപ്പാഹി ലഹള എന്നാണ് വിളിക്കുന്നത്. It should perhaps be mentioned here that there were many uprisings by the sepoys prior to 1857. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 1857 മുൻപും ഒരുപാട് ശിപ്പായികൾ അവരുടെ വോയിസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. One example is the Vellore Mutiny of July 1806, where Indian sepoys had revolt against the East India Company's garrisons. So നോക്കിയേ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരെണ്ണം എന്താണ്, വെല്ലോർ മ്യൂട്ടണി ഓഫ് ജൂലൈ 1806 വെല്ലോർ മ്യൂട്ടണി. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിപ്പായിസ് ഈ പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് എതിരായിട്ട് നടത്തിയൊരു ചെറിയൊരു അപ്രൈസിംഗ് ആയിരുന്നു. Nevertheless, order was restored very soon and this revolt did not go beyond the confines of the cantonment. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഓർഡർ, അതായത് ഈ പറഞ്ഞ സ്ലിപ്പായി ലഹളയും അതിന് മുൻപുള്ള അപ്രൈസിങ്സ് ഒക്കെ വന്നെങ്കിൽ പോലും ഇതൊന്നും ബ്രിട്ടീഷ് ഓർഡറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ബട്ട് ഇഫ് യു ലുക്ക് ക്ലോസ്ലി ഇൻ ടു ദ ഫാക്ട് ഓഫ് 1857 യു വിൽ സീ ദ ഡിഫറൻസ്. പക്ഷേ 1857 ലഹളയെ കുറിച്ച് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം. എന്താ നോക്കി, ദ റിവോൾട്ട് വാസ് സ്റ്റാർട്ടഡ് ബൈ ദ സിപ്പോയ്സ് ബട്ട് വാസ് ജോയിൻഡ് ഇൻ ലാർജ് നമ്പർ ഓഫ് സിവിലിയൻ പോപ്പുലേഷൻ. അതെ, ഈ ഒരു ലഹള സ്റ്റാർട്ട് ചെയ്തത് ശിപ്പാഹികളായിരുന്നു, അഥവാ അന്നത്തെ മിലിറ്ററി കാൻഡിഡേറ്റ്സ് ആയിരുന്നെങ്കിൽ പോലും ഇതിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ, ഇതിൽ കോമൺ പീപ്പിൾ ഇതിൽ ജോയിൻ ചെയ്തു. The revolt was started, the participation of the peasants and the artisans made the revolt a widespread and popular event. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസൻസിൻ്റെയും, അതായത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുടെയും അടിയാള വർഗത്തിലെയും ഫാർമേഴ്സിൻ്റെയൊക്കെ ഈ ഒരു സിപ്പായി ലഹളയ്ക്കുള്ള ജോയിൻ ഇതിനെ കുറച്ചധികം പോപ്പുലർ ആക്കി മാറ്റി. In some areas, the common people revolted even before the Sipais. ചില സ്ഥലങ്ങളിൽ സാധാരണ ജനങ്ങൾ ഈ ശിപ്പായികളെക്കാൾ മുൻപേ
ലഹള തുടങ്ങിയിരുന്നു. ഓൾ ദിസ് ഷോസ് ദാറ്റ് ഇറ്റ് വാസ് ക്ലിയർലി എ പോപ്പുലർ റിവോൾട്ട്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇത് വളരെ ആൾക്കാരുടെ ഇടയിൽ വളരെയധികം ചർച്ചാ വിഷയമായ ഒരു ലഹള തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹിന്ദു ആൻഡ് മുസ്ലിം യൂണിറ്റി. ഇത് എന്തിനൊക്കെയാണ് കാണിക്കുന്നത്? ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. യൂണിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലീജിയൻസ് ഓൾസോ എക്സിസ്റ്റഡ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യദാർഢ്യവും ഈ ഒരു ലഹളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിബൽസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ കൺട്രി ഹെൽപ്ഡ് പീപ്പിൾ ഫൈറ്റിംഗ് ഇൻ അനദർ ഏരിയ. അപ്പോൾ എന്താണ്, ഒരു ഭാഗത്ത് റെബൽസ് എന്ത് ചെയ്തു, മറ്റു ഭാഗത്തുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു റെബലിയന്റെ സമയത്ത്. ദ റിവോൾട്ട് ഷുഡ് ബി സീൻ ആസ് ദ ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ ഇൻ ഇന്ത്യ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം ഫോറിൻ റൂൾ. ഈ ഒരു ലഹളയെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണമെന്നാണ് പറയുന്നത്? ഇന്ത്യ ഫോറിൻ റൂളിനെതിരായി നടത്തിയ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മ്യൂട്ടിനി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം, ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുക. ഓക്കെ, you will realize that revolt of 1857 was not only movement but many. ഈ 1857 റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല, അത് ഒരുപാട് ചെറിയ ചെറിയ റിവോൾട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു കാലയളവ് തന്നെ പറയുന്നത്, 1887 മുതൽ 1888 എന്നുള്ള ഒരു കാലയളവ്. ഇറ്റ് വാസ് നോട്ട് എ ക്ലോസ് റിവോൾട്ട് either. ഇതൊരു ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള റിവോൾട്ടും അല്ലായിരുന്നു. ദ പെസൻട്രി ഡിഡ് നോട്ട് റിബൽ അഗെയിൻസ്റ്റ് ദ ലാൻഡ് ലോർഡ്സ്. ഇവിടെ പെസൻസ് ലാൻഡ് ലോർഡ്സിനെതിരെ അല്ല യുദ്ധം ചെയ്തത്. ദേ ഓൺലി ഡിസൈഡഡ് ടു അറ്റാക്സ് അഗെയിൻസ്റ്റ് ദ മണി ലെൻഡിങ് ഗ്രെയിൻ ഡീലേഴ്സ് ഓർ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ്. അവർ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ മണി ലെൻഡിങ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ്, അതായത് എന്താണ്, ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പിരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കെതിരെ, ബ്രിട്ടീഷേഴ്സിനെതിരെയാണ് ഇവർ എന്ത് ചെയ്തത്? യുദ്ധം ചെയ്തത്. ബട്ട് their policy strongly influenced the way a particular region as a whole was going to react. പക്ഷേ ഇവരുടെ പോളിസീസ് എന്തായിരുന്നു? വളരെയധികം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ബ്രിട്ടീഷേഴ്സിന്റെ പോളിസി. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ നിയമങ്ങൾ. ദ റിവോൾട്ട് ഇൻ അവാധ് as well as in the other regions was popular in that it pertained to people as a whole and was carried out by them. താലൂക്ക്ദാർസ് ആൻഡ് ദ പെസൻസ് ഇൻ ദ അവാദ് fought together against a common foe. അപ്പം നോക്കി, ഇത് സ്ഥലങ്ങളുടെ പേരാണ് പറയുന്നത്. അവാദ് എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ താലൂക്ക്ദാർസ് എന്ന് പറഞ്ഞ സ്ഥലത്തും അവാദിലെ പെസൻസ് ഒക്കെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവരെല്ലാം അവരുടെ പൊതു ശത്രുവായിട്ടുള്ള ബ്രിട്ടീഷേഴ്സിനെതിരെയാണ് യുദ്ധം ചെയ്തത്. ബട്ട് ദെയർ ഈസ് നോ ഡൗട്ട് ദാറ്റ് ദ റിവോൾട്ട് ഓഫ് 1857 was the first time that the soldiers of the Indian army recruited from different communities, Hindu and Muslims, landlords and peasants, had came together to their opposition to the British. പക്ഷെ ഇതിലെന്താ പറയുന്നത്? ഈ ഒരു കാര്യം, അതായത് റിവോൾട്ട് നടക്കുന്നുണ്ട്, പല രീതിയിൽ പെസൻസ് എതിരെ പോരാടുന്നുണ്ട്, ലാൻഡ് ലോർഡ്സ് പോരാടുന്നുണ്ട്. പക്ഷേ ഒരു ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ലാൻഡ് ലോർഡ്, പെസൻസ്, ഈ എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള സോൾജിയേഴ്സ്, ആർമി സോൾജിയേഴ്സ് എന്താണ് ഇതിലൊരു ഇടപെടാൻ തുടങ്ങിയത് ഈ ഒരു റിവോൾട്ടിൽ മാത്രമായിരുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡഡ് ദ നെസസറി ഫൗണ്ടേഷൻ ഫോർ ദ ലേറ്റർ സക്സസ്ഫുൾ ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇത് എന്തിന് ഫൗണ്ടേഷൻ ഇട്ടു എന്നാണ് പറയുന്നത്? പിന്നീട് സംഭവിച്ചിട്ടുള്ള ആന്റി കൊളോണിയലിസ്റ്റ് മൂവ്മെന്റ്, അതായത് ബ്രിട്ടീഷേഴ്സിനെതിരെ ഒരു മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ, മൊത്തത്തിൽ നാഷണൽ മൂവ്മെന്റ്സ്, ഇതിനൊരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ എന്ന് തന്നെ നമുക്ക് ഈ ഒരു റിവോൾട്ട് ഓഫ് 1857 കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നോക്കിയാലോ എങ്ങനെയാണ് ഈ റിവോൾട്ട് ഒരു ഫെയിലിയർ ആയിട്ട് മാറിയെന്ന് നമുക്ക് നോക്കാം. ദ ഫെയിലിയർ ഓഫ് ദി റിവോൾട്ട്. Although the revolt was a big event in the history of India, it had very little chance of success against an organized and powerful enemy. Of course, നമുക്കറിയാം അല്ലേ, അന്നത്തെ കാലത്ത് ഇന്ത്യ ഇന്നത്തെ പോലെ വളരെയധികം വെപ്പണൈസ്ഡ് അല്ല, നമ്മുടെ ആംഡ് ഫോഴ്സ് അത്ര പവർഫുൾ അല്ല. സോ അന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ റിവോൾട്ടിന് വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ റിവോൾട്ട് എന്ത് ചെയ്തു? സക്സസ് ആയിട്ടില്ല. കാരണം എന്താണ്? അന്നത്തെ ബ്രിട്ടീഷ് ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയെ പോലെയല്ല, വളരെയധികം വെപ്പണൈസ്ഡും അതുപോലെ തന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ആർമിയാണ്. ഓക്കെ, ഇറ്റ് വാസ് സപ്രസ്ഡ് വിത്തിൻ എൻ ഇയർ ഓഫ് ഇറ്റ്സ് ഔട്ട്ബ്രേക്ക്. ഇത് പൊട്ടിപ്പുറവിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു? ഈ റിവോൾട്ടിനെ മൊത്തത്തിൽ സപ്രസ് ചെയ്തു. വേരിയസ് കോസസ് ലെഡ് ടു ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. സോ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ 1857 റിവോൾട്ട് എന്താണ് ഒരു ഫെയിലിയർ ആയി പോകാനായിട്ട്. എന്തൊക്കെയാണ്? ദർ വാസ് നോ യൂണിറ്റി ഓഫ് പർപ്പസ് എബോങ് ദ റിബൽസ്. ഓക്കെ, ഈ റിബൽസിനെതിരെ ഇടയിൽ തന്നെ എന്താണ് ഒരു യൂണിറ്റി ഇല്ലായിരുന്നു. കാര്യം അവരെ നയിക്കാൻ ഒരു പ്രോപ്പർ
ലീഡറോ കാര്യങ്ങൾ ഇതുപോലെയാണ് എന്നൊരു ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൈമും ഇല്ല, അവർക്ക് അതിനുള്ളൊരു ഫെസിലിറ്റിയും ഇല്ല, ഒരു യൂണിറ്റി ഇല്ല. The Sipais of Bengal wanted to revive the ancient glories of the Mughals, while Nana Sahib and Tanya Tope tried to re-establish the Maratha power. So, എന്തൊക്കെയായിരുന്നു ഇവരുടെ പ്രശ്നങ്ങളെന്ന് നോക്കിയേ. ബംഗാളിലെ ശിപ്പായികൾക്ക് എന്ത് വേണമായിരുന്നു? അവരുടെ മുഗൾ എംപറേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. നാനാ സാഹിബിനും താനിയ തോപ്പിനും എന്തായിരുന്നു? അവരുടെ മറാത്ത പവർ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. റാണി ലക്ഷ്മിബായി എന്ത് ചെയ്തു? അവരുടെ ജാൻസി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും വിച്ച് ഷീ ഹാഡ് ലോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അറിയാലോ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? എന്താണ്? രാജാക്കന്മാർക്ക് അവരുടെ ചോരയിലുള്ള മക്കൾ ഉണ്ടായില്ലെങ്കിൽ അഡോപ്റ്റഡ് സണ്ണിന് അല്ലെങ്കിൽ അഡോപ്റ്റഡ് ഡോട്ടറിന് എന്താണ് അതിൽ രാജ്യത്തിൽ മേൽ യാതൊരു അവകാശവുമില്ല. സോ ഈ ഒരു അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഝാൻസി റാണിക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഝാൻസി റാണി എന്താ ചെയ്തത്? അവർക്ക് അവരുടെ ഝാൻസി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്. സെക്കൻഡ്ലി, ദിസ് റൈസിംഗ് വാസ് നോട്ട് വൈഡ് സ്പ്രെഡ്, ഇറ്റ് റിമെയിൻ കൺഫൈൻഡ് ടു നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യ. രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? ഇത് അങ്ങ് സൗത്തിലോട്ടൊന്നും വന്നിട്ടില്ല. ഈ ശിപ്പായി ലേള മൊത്തം നോർത്തിലും ആ ഒരു സെൻട്രൽ ഇന്ത്യയിലും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ്, നമ്മൾ നേരത്തെ ആ മാപ്പ് നോക്കുമ്പോൾ അറിയാം എവിടെയൊക്കെയാണ് ശിപ്പായി മ്യൂട്ടിനി നടന്നതെന്ന്. താഴോട്ടൊന്നും അതിൻ്റെ യാതൊരു കാര്യങ്ങളും വന്നിട്ടില്ല അല്ലേ?